വെൽക്കം ബാക്ക്. നമ്മൾ ഹൈസ്കൂൾ 10th എത്തുമ്പോഴാണ് മെയിൻലി നമ്മൾ ബാക്ക്വേർഡ് ആയ സബ്ജക്ട്സ് ഒക്കെ ഞാൻ ബാക്ക്വേർഡ് ആയ സബ്ജക്ട്സ് ഒക്കെ ഞാൻ നോക്കുന്നത് തന്നെ. അതിന് ഞാൻ ഏറ്റവും ബാക്ക് ആയിട്ടുണ്ടായിരുന്നത് ഒന്ന് ഹിന്ദിയും ഫിസിക്സും മാത്രമേ ഞാൻ ഡിഫിക്കൽട്ടി ഫേസ് ചെയ്തിട്ടുണ്ടായിരുന്നത്. അതിൽ ഫിസിക്സ് എനിക്ക് ലോജിക്ക് കത്തുന്നുണ്ടായിരുന്നു, പക്ഷെ എനിക്കത് പ്രോബ്ലംസ് ചെയ്യുമ്പോൾ എനിക്കത് ചെയ്യാൻ പറ്റുന്നില്ലേനും. പ്രോബ്ലം ചെയ്യുമ്പോൾ എനിക്ക് ആ ലോജിക്ക് കിട്ടൂല, അല്ലാണ്ട് എനിക്ക് അറിയാം സംഭവങ്ങളൊക്കെ അറിയാം. എനിക്ക് ഫിസിക്സിന് അങ്ങനെ ഒരു പ്രശ്നം ഉണ്ടായിരുന്നു. പിന്നെ ലാസ്റ്റ് ഞാനും എൻ്റെ ഫിസിക്സിൻ്റെ ടീച്ചറും കൂടി ഇരുന്ന് കുറേ സമയം ഇരുന്ന് പഠിക്കുക, രാവിലെ തൊട്ട് വൈകുന്നേരം വരെ അവിടെ ഇരുന്ന് പഠിക്കായിരുന്നു. എൻ്റെ ഫിസിക്സിൻ്റെ ടീച്ചറാണ് എന്നെ A+ എത്തിച്ചത് ഫിസിക്സ്. ആൻഡ് ഹിന്ദി എന്ന് പറയണത്, ഹിന്ദി ഞങ്ങൾ ചെറുതിലെ കാർട്ടൂൺസ് കാണുക, അങ്ങനെ മൂവീസ് ഒന്നും ഹിന്ദി കാണാറില്ലായിരുന്നു. അപ്പം എൻ്റെ ഫ്രണ്ട്സിനോട് തന്നെ ഞാൻ ചോദിക്കുമ്പോൾ അവർ കാർട്ടൂൺസ് കാണുക, മൂവീസ് കാണുക, അങ്ങനെയൊക്കെയാണ് അവർ ഹിന്ദി പഠിച്ചിട്ടുള്ളത്. പക്ഷെ ഞങ്ങളിതൊന്നും കണ്ടിട്ടില്ല. പിന്നെ എൻ്റെ 6th 7th അതൊക്കെ ഓൺലൈൻ ക്ലാസ്സുമായി. പിന്നെ ഞങ്ങൾ ഹിന്ദി അങ്ങനെ ബാക്ക്വേർഡ് ആയ അങ്ങനെ വലിയ ഇമ്പോർട്ടൻസ് ഒന്നും കൊടുത്തില്ല. മാർക്ക് ഉണ്ടാവുമായിരുന്നു, എന്നാലും A+ എനിക്ക് ഹിന്ദി എത്താനേ പറ്റിയിട്ടുണ്ടായിരുന്നില്ല. ഞാൻ എങ്ങനെയൊക്കെ പഠിച്ചാലും എനിക്ക് തീരെ പറ്റുന്നുണ്ടായിരുന്നില്ല ഹിന്ദി പഠിക്കാൻ. എനിക്ക് ഫസ്റ്റ് 10th ഓണം എക്സാമിൻ്റെ മാർക്ക് എനിക്ക് 26 ആയിരുന്നു. അത് ഞാൻ ബൈഹാർട്ട് ഞാൻ ബൈഹാർട്ട് പഠിക്കും, ലെറ്റർ അതൊക്കെ ഞാൻ ബൈഹാർട്ട് പഠിച്ചു, എനിക്ക് കിട്ടുന്ന തന്നെ ഉണ്ടായിരുന്നില്ല. പിന്നെ ഞാൻ ഒരു ജനുവരി ഒക്കെ ആയപ്പോൾ എൻ്റെ വീടിൻ്റെ അടുത്തുള്ളൊരു ടീച്ചറുടെ അടുത്ത് പോയി. അപ്പോൾ ആ ടീച്ചറാണ് എനിക്ക് സ്ക്രിപ്റ്റ് ചെയ്ത്, അതൊന്നും എനിക്ക് അറിയത്തില്ല. അതൊക്കെ ഒരു സ്റ്റോറീസിന് ഒരു എക്സ്ട്രാക്റ്റ് തന്നിട്ട് അതിൽ നിന്ന് ഞങ്ങളോട് സ്ക്രിപ്റ്റ് ഉണ്ടാക്കാനാണ് പറയുന്നത്. പക്ഷെ അതിനൊക്കെ നമുക്ക് ഹിന്ദി അറിയണം, എന്നാലേ പറ്റുന്നില്ല. അവർ തമ്മിലുള്ള കോൺവെർസേഷൻസ് അതൊക്കെ ഇതാണ് ഹിന്ദി അറിയണം. പക്ഷെ എനിക്ക് ലാംഗ്വേജസ് ഒന്നും അറിയത്തില്ല, ബേസിക് ആയിട്ടുള്ള കാര്യങ്ങൾ പോലും എനിക്ക് അറിയത്തുണ്ടായിരുന്നില്ല. പിന്നെ ചെറുതിലൊക്കെ ഹിന്ദി എന്ന് പറയുന്നത് ക്വസ്റ്റ്യൻ പേപ്പറിൽ തന്നെ ആൻസേഴ്സ് ഉണ്ടാവും, അത് അങ്ങനെ എഴുതി വെച്ചാൽ മതി. പക്ഷെ ഹയർ ക്ലാസ്സിലേക്ക് എത്തുമ്പോഴാണ് ഇതിൻ്റെ ഒരു ഡിഫിക്കൽട്ടി മനസ്സിലാവുന്നത്. ആൻഡ് എൻ്റെ സൈലത്തിൻ്റെ ബുക്ക് ഒരുപാട് എന്നെ ഹെൽപ്പ് ചെയ്തിട്ടുണ്ട്. അതാണ് എന്നെ ഹെൽപ്പ് ചെയ്തിട്ടുണ്ടായിട്ടുള്ളത്. ഞാൻ പഠിച്ചിട്ടുള്ളത് എന്ന് പറയുന്നത് ഇങ്ങനെ പഠിക്കഥ, അതൊക്കെ ഞാൻ ബൈഹാർട്ട് പഠിക്കായിരുന്നു. അത് ചാപ്റ്ററില്ല, പഠിക്കഥ മൊത്തം ഞാൻ ബൈഹാർട്ട് ഇരുന്ന് പഠിക്കായിരുന്നു. കാരണം എനിക്ക് ഫുൾ A+ തന്നെ വേണ്ടിയിരുന്നു. അതിനായിട്ട് ഞാൻ മാക്സിമം എഫേർട്ട് ഇട്ടിട്ടുണ്ട്. അത് ബൈഹാർട്ട് ഇരുന്ന് പഠിക്കായിരുന്നു. പിന്നെ കുറച്ച് പോംസ് ഉണ്ടാവും, അതിന്റെ ആശയം അതും ഞാൻ ബൈഹാർട്ട് ഇരുന്ന് പഠിക്കായിരുന്നു. പിന്നെ നമുക്ക് എന്തെങ്കിലും സ്റ്റാർട്ടിങ് എഴുതാൻ പറ്റിയ കുറച്ച് പോയിന്റ്സ് അത് ഞാൻ എല്ലാ പാഠത്തുനിന്നും പഠിക്കായിരുന്നു. അങ്ങനെയൊക്കെ കുറച്ച് ടിപ്സുകൾ ഞാൻ പഠിച്ചിട്ടാണ് എനിക്ക് ഹിന്ദിയിൽ A+ കിട്ടിയിട്ടുള്ളത്. പിന്നെ കുറച്ച് നമുക്ക് മാത്സ് ദ ഫോളോയിങ് അതൊക്കെ കുറച്ചൊന്ന് നമ്മളിങ്ങനെ പഠിക്കുമ്പോൾ നമുക്ക് മനസ്സിലാവും. നമ്മളിങ്ങനെ ഓരോ പോയിന്റ്സ് ഇങ്ങനെ പഠിക്കുമ്പോഴും ഇതിൽ വരിക ഈ മാത്സ് ഫോളോയിങ്ങിനൊക്കെ വരിക, ആ പോയിന്റ്സിൽ എവിടെയെങ്കിലുമൊക്കെ ഇതിൽ ഉണ്ടാവും, നമുക്ക് വായിച്ചാൽ മനസ്സിലാവും. അത് മാത്സ് ഫോളോയിങ്ങിനൊക്കെ എനിക്ക് കിട്ടാറുണ്ട്. പിന്നെ 1 വേർഡ് അതാണ് നമ്മളിങ്ങനെ പഠിക്കുമ്പോൾ ആശയങ്ങൾ ഇതൊക്കെ പഠിക്കുമ്പോൾ നമുക്ക് കിട്ടും. പിന്നെ കുറച്ചൊന്ന് പ്രീവിയസ് ക്വസ്റ്റ്യൻസ് ചെയ്യാൻ നോക്കും. എനിക്കറിയാതെ എത്രത്തോളം ഹെൽപ്ഫുൾ ആവുമെന്ന്. കാരണം എനിക്കത് ഹിന്ദിക്ക് വലിയ ഹെൽപ്ഫുൾ ആയിരുന്നില്ല, കാരണം എനിക്ക് വായിച്ചാൽ മനസ്സിലാവത്തില്ല. പിന്നെ ഞാൻ കുറേ അത് ചെയ്ത് നോക്കിയിട്ട് ആവശ്യം ഉണ്ടായിരുന്നില്ല. പിന്നെ അതുപോലെ ഞാൻ എക്സാമിൻ്റെ തലേന്നൊക്കെ ഇത് എക്സാമിനറുടെ സൈലത്തിന് ക്ലാസ് കണ്ടിട്ട് ഇങ്ങനെ ഓരോ ചെറിയ കോണ്ടന്റ് വീഡിയോസ് ഉണ്ടാവും. അതിൽ നിന്ന് അവർ പറയുന്നത് അവർ ഇമ്പോർട്ടൻ്റ് ആയതേ പറയത്തുള്ളൂ. പിന്നെ ഏതൊരു പാഠത്തിനും എന്ത് വന്നാലും നമുക്ക് എഴുതാൻ പറ്റിയ കുറച്ച് പോയിന്റ്സ് അവർ തരും. അത് അങ്ങ് ബൈഹാർട്ട് പഠിക്കുക. ആ പാഠത്തിൽ നിന്ന് എന്ത് വന്നാലും അത് അങ്ങോട്ട് എഴുതാം. പിന്നെ നമുക്ക് ഏറ്റവും മാർക്ക് സ്കോർ ചെയ്യാൻ പറ്റുന്ന ഒരു സംഭവമാണ് ഈ പോസ്റ്റർ ഏറ്റവും നല്ല ഭംഗിയിൽ എഴുതുക. പറ്റുകയാണെങ്കിൽ കുറച്ച് പിക്ചേഴ്സൊക്കെ വരച്ചിട്ട്. കാരണം ഇംഗ്ലീഷിലെ പോസ്റ്റേഴ്സിന് പിക്ചേഴ്സിന്റെ വാല്യൂ ഇല്ല, പക്ഷെ ഹിന്ദിയിൽ കുറച്ചുണ്ട്. നമ്മൾ ബ്യൂട്ടിഫൈ ചെയ്യാൻ നോക്കുക. അപ്പൊ നമ്മൾ നന്നാക്കുന്ന അനുസരിച്ചിട്ട് ഒരു ഇംപ്രഷൻ നമുക്ക് കിട്ടും. പിന്നെ നമുക്ക് അറിയുന്നത് ഫസ്റ്റ് എഴുതാം. ആദ്യം തന്നെ കൊണ്ട് തെറ്റിക്കാതെ അറിയാത്തത് ലാസ്റ്റിലേക്ക് വെച്ചിട്ട് ഫസ്റ്റ് അറിയുന്നത് നല്ലൊരു ഇംപ്രഷൻ ഉണ്ടാക്കാനായിട്ട് ഹെൽപ്പ് ചെയ്യുന്നതാണ്. കുറച്ച് ടിപ്സ് ഹിന്ദിയിൽ ഫോളോ ചെയ്യുക. അങ്ങനെ തന്നെ നമുക്ക് പഠിക്കാൻ പറ്റുള്ളൂ. ഹിന്ദി ഒട്ടും അറിയാത്തവർക്ക് വേണ്ടിയിട്ടാണ്. ഞാനെന്ന് പറയുന്ന ഹിന്ദി ഒട്ടും അറിയാത്ത ഒരാളാണ്. ഞാൻ എപ്പോഴും വിചാരിക്കും +1 ഇനി സെക്കൻഡ് ലാംഗ്വേജ് ഹിന്ദി എടുക്കാൻ ഹിന്ദി മൂവീസൊക്കെ ഇരുന്ന് കാണും. പക്ഷെ ഞാൻ വിചാരിക്കാനല്ലാണ്ട് നടക്കുന്നില്ല. കാരണം April 1 month എൻ്റെ വീട്ടിൽ കല്യാണമായിരുന്നു. ആ മന്ത് അങ്ങനെ പോയി. ഈ മന്ത് പിന്നെ റിസൾട്ട് വന്ന് അലോട്ട്മെന്റ് വന്ന് ഇപ്പൊ ഈ പഞ്ചായത്ത് കോർപ്പറേഷൻ ആ ഒരു പാർഷ്യാലിറ്റി ഉള്ളതുകൊണ്ട് തന്നെ എനിക്കിപ്പോ പേടിയാണ്. ഞാൻ ഇപ്പോൾ എല്ലാ ദിവസവും ഓരോ സ്കൂളിൽ ഇങ്ങനെ കമ്മ്യൂണിറ്റി കോട്ടൊക്കെ കൊടുക്കാൻ വേണ്ടി ഇങ്ങനെ ഓടാണ്. എനിക്ക് ഇതിലേക്കാണ്ട് ഫോക്കസ് ചെയ്യാൻ പറ്റുന്നില്ല. ഞാൻ ട്യൂഷന് ചേർന്നിട്ടുണ്ട്, ബ്രില്യൻറ്റിലാണ് ചേർന്നത്. സ്റ്റഡി മെറ്റീരിയൽസ് ഒക്കെ വന്നിട്ടുണ്ടായിരുന്നു. പക്ഷെ ഞാൻ ഇങ്ങനെ ഓരോ സ്കൂളിലായിട്ട് ഇങ്ങനെ ഓടാണ്. അപ്പൊ ഹിന്ദി മാക്സിമം എല്ലാവരും A+ വാങ്ങാം. അപ്പൊ അത്രേ ഉള്ളൂ. ബൈ.